വിചിത്രോപല വിഭ്രാജൻ മേഖലോദഞ്ചിത ശ്രീയെ. അതുകൊണ്ട് ശോഭിക്കുന്ന ഗോവർദ്ധനായ മഹത്തെ ഗോത്രാധിപതയെ, ആ ഗോത്രങ്ങളുടെ പർവ്വതങ്ങളുടെ മുഴുവൻ അധിപതിയായിട്ടുള്ള ഭഗവാൻ നമസ്കാരം. ഗോവർദ്ധനത്തിന് നമസ്കാരം. ഭഗവാനാവുമ്പോഴോ വിചിത്രോപല വിഭ്രാജൻ മേഖലോദഞ്ചിത ശ്രീയെ. വിചിത്രങ്ങളായിട്ടുള്ള ഉപലങ്ങളെന്ന് പറഞ്ഞാൽ രത്നങ്ങൾ, അതുകൊണ്ട് ശോഭിക്കുന്ന മേഖല, അരയിൽ അണിയുന്ന ആഭരണം, അങ്ങനെയുള്ള ഭഗവാൻ. ഗോത്രാധിപതയെ, ഗോത്രം എന്ന് പറഞ്ഞാൽ വംശം, ആ വംശത്തിൻ്റെ അധിപതി, യദുവംശ പ്രമാണിയായിട്ടുള്ള ഭഗവാൻ നമസ്കാരം. ഇത് കേട്ടപ്പോഴാണ് ഭഗവാൻ ശൈലോസ്മി, ഞാനാണ് പർവ്വതം എന്ന് പറഞ്ഞ് കൊടുത്തു. ഭഗവാൻ അവർ ഗോപവിശ്രംഭണം ഗത, അവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇന്ദ്രൻ ഇങ്ങനെ വന്ന് പറയാറുണ്ടോ? രക്ഷിക്കാമെന്നും നമ്മൾ കൊടുത്തു വല്ലതും സ്വീകരിച്ചു എന്ന് പറയാറുണ്ടോ? ഗോവർദ്ധനം പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി നമുക്ക് എല്ലാ വർഷവും ഈ ഗോവർദ്ധനത്തിന് മാത്രം ചെയ്താൽ മതി, ഇന്ദ്രനും വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും പോകുക. തനിക്കുള്ള യജ്ഞം മുടക്കിയല്ലേ മഴ പെയ്യിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭഗവാനെ വിളിച്ച് കരയണോ, പ്രാർത്ഥിച്ചോളൂ, ഗോവർദ്ധനം രക്ഷിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ അതിനെ ഉയർത്തിപ്പിടിച്ച് രക്ഷിച്ച് എല്ലാവർക്കും ആ ഭക്തി. ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും ഈ കൃഷ്ണൻ്റെ ഒപ്പം നിന്നാൽ മതി, കൃഷ്ണൻ്റെ ഒപ്പം നിന്നാൽ മതി, ഈ കൃഷ്ണൻ്റെ കഥകൾ കേട്ടാൽ മതി എന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാക്കി. അതാണ് ഓരോ ഭഗവാന്റെ അത്ഭുത ചരിത്രം. ഓരോ കഥ കഴിയുമ്പോഴും ഓരോ കഥ കേൾക്കുമ്പോഴും കൂടുതൽ ഭഗവാനിലേക്ക്. അതുകൊണ്ടാണ് തദേവ ഹാരം വദമന്യസേചർ. ഗുരുനാഥ കേൾക്കും തോറും എല്ലാ വിഷമങ്ങളും പോയി ആ ഭഗവാനിൽ. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ഈ കഥ കേൾക്കാനല്ലേ, ഭഗവാനെ ചിന്തിക്കാനല്ലേ ഭഗവാൻ എന്നെ രക്ഷിച്ചത്, അതെന്നെ വർണ്ണിച്ച് കേൾപ്പിക്കുമോ എന്നങ്ങനെ പറയും. ഇത് കഴിഞ്ഞാണ് രാസക്രിയയുടെ രാജപഞ്ചാധ്യായിയൊക്കെ വർണ്ണിച്ചത്. അതിൽ കൂടെ എല്ലാ ശരീരത്തിലും ഇരിക്കുന്നത്, ജീവനായിട്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് രാസപഞ്ചാധ്യായി. നല്ല ശരൽക്കാലം വരട്ടെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഭഗവാൻ സാധിപ്പിച്ചിരുന്നു പറഞ്ഞതാണ്. അത് കാത്തിരിക്കുമ്പോഴാണ് ശരദോൽഫുല്ലമല്ലികാഹ, നല്ല ശരൽക്കാലം വന്നു ചേർന്നും സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പൂർണ്ണ കലകളോടുകൂടി ഉദിച്ചുയർന്നപ്പോഴാണ് ഭഗവാന്റെ വേണുഗാനം. അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഓടി വരിക. സാധാരണ ആളുകൾ ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെട്ട് മറ്റൊന്നിനും സമയമില്ല എന്ന് പറയും. താ ഗേഹകൃത്യനിരതാഹ തനയപ്രസക്താഹ കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യഃ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഹ. എല്ലാം ഉപേക്ഷിച്ച് ഓടി വരുന്നു. എന്തിനാ നിങ്ങളൊക്കെ വന്നത്? ഭഗവാനെ അവിടുത്തെ കാണാനും നമസ്കരിക്കാൻ. തിരിച്ചു പൊക്കോളൂ, നിങ്ങൾക്ക് ഓരോ കർത്തവ്യങ്ങളില്ലേ. അയ്യോ ഞങ്ങളുടെ പോകാൻ പറയരുത്. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണം, കുട്ടികളെ ലാളിക്കണം, പലതുമില്ലേ. ത്വമേവ മാതാ ച പിതാ ത്വമേവ, എല്ലാം അങ്ങനെ. ഞങ്ങളുടെ എല്ലാം അവിടുന്ന്. അപ്പോൾ അവിടുത്തെ പൂജിച്ചാൽ ഞങ്ങളുടെ എല്ലാ ധർമ്മം അനുസരിച്ച പോലെയാവും. അവിടുന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ വന്നേക്കുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ വിസൃജ്യ സർവാനന്യാംശ്ച മാമേവം വിശ്വതോ മുഖം ഭജന്ത്യനന്യയാ ഭക്ത്യാ താൻ മൃത്യോരതിപാരയേ. ഇങ്ങനെ അവതരിച്ച് സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഭജിച്ചാൽ മാത്രം മതി, അവിടുത്തെ പാദത്തിലെത്തിയാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ആ ശുദ്ധഭാവം കേട്ടപ്പോഴാണ് എല്ലാ ആഗ്രഹവും സാധിപ്പിക്കാൻ
സാധിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മഹാന്തമാപുർമദമംബുജാക്ഷ്യ നിലീയതേ സൗമയിമയ്യമായം, എന്നെയാണ് ഇഷ്ടം, എന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചു. ഞങ്ങളിൽ നിന്നാണ് കൃഷ്ണന് സുഖം കിട്ടുന്നത്. ഭഗവാന്റെ രൂപം തന്നെ ആനന്ദ, സച്ചിദാനന്ദരൂപായ, സച്ചിദാനന്ദരൂപന. ഭഗവാൻ ആനന്ദത്തിന് വേറെ വല്ലക്കലും പോകണം. മറ്റുള്ള എവിടെയെങ്കിലും ആനന്ദം ഉണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. ഈ ഒരു തെറ്റിദ്ധാരണ അവർക്കുള്ളിടത്തോളം കാലം എങ്ങനെയാണ് ജീവൻ ഈശ്വരൻ തന്നെയെന്ന് ബോധം വരിക? അതുണ്ടാക്കി കൊടുക്കാനാണ് ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തു. അതോടുകൂടി എല്ലാവർക്കും വിവേകമുണ്ടായി. കൃഷ്ണ കൃഷ്ണ എന്ന് അന്വേഷിച്ച് നടക്കുക.